ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒറ്റ ഒഴിവ് ദിവസം പോലും ഞങ്ങൾ വെറുതെ വീട്ടിലിരിക്കാറില്ല. എങ്ങോട്ടെങ്കിലും യാത്ര പോകും. പെട്ടെന്നായിരിക്കും തീരുമാനങ്ങളൊക്കെ. അപ്പം തന്നെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോകും. ഇത്തവണ അമ്മമ്മയുണ്ട് കൂടെ. ഞങ്ങളുടെ ഫാമിലി ടൈം ഈ യാത്രകളിലൂടെയാണ്. നിങ്ങളുടെ ഫാമിലി ടൈം എങ്ങനെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. യാത്രകൾ എപ്പോഴും എനിക്കൊരു എനർജി തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. വി ആർ ലൈക്ക് ഫ്രണ്ട്സ്. അച്ഛനായാലും അമ്മയായാലും നമുക്ക് എന്തും സംസാരിക്കാം, തുറന്നു പറയാം. ലൈക്ക് ഒരു ഇൻഹിബിഷനും നമുക്ക് ആ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഉണ്ടാവാറില്ല. പോകുന്ന വഴിക്ക് അച്ഛൻ ചോദിച്ചു ഹൃദയപൂർവ്വം മൂവിക്ക് പോയാലോ എന്ന്. പിന്നെയൊന്നും നോക്കില്ല, അങ്ങോട്ട് ബുക്ക് ചെയ്തു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഉരുപുണ്യകാവ് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അമ്പലത്തിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. 3 മണിയൊക്കെ ആയിരുന്നെങ്കിലും നല്ല വെയിലായിരുന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നല്ലൊരു കവാടം ഉണ്ടായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ കടലിനെന്തോ പ്രത്യേക ഭംഗിയുള്ളതുപോലെ നമുക്ക് തോന്നും. പ്രാർത്ഥിച്ച ശേഷം ഞങ്ങൾ ഒന്ന് അവിടെമെല്ലാം ചുറ്റിക്കാണാമെന്ന് കരുതി. അവിടെ ക്ഷേത്രത്തിനോടടുത്ത് ഒരു കുളമുണ്ടായിരുന്നു. അവിടെയുള്ള ഒരു മരം കണ്ട് അച്ഛൻ്റെ പഴയ കാലങ്ങൾ എന്നോട് പറയാൻ തുടങ്ങി. ഇതാണ് കമ്മട്ടിക്കാലം. ഉള്ളിലൊരു കായ ഉണ്ടാവും. ആ കായ മുളക്കി കാണാതാ തൈകളാണ്. കമ്മട്ടി എന്ന് പറയും. പണ്ടൊരു വിശ്വാസം ഉണ്ടായിരുന്നു, പശു പ്രസവിക്കുകയാണെങ്കിൽ മറു അതിന് മുകളിൽ കൊണ്ട് കെട്ടിപ്പിടിക്കുക, കൂടുതൽ പാലുണ്ടാവുന്നത്. അങ്ങനെയാണ് കൊണ്ട് കെട്ടിപ്പിടിക്കുന്നത്. പാലുണ്ടാവലുണ്ട്. പാലുണ്ടാവുന്നുള്ള അറിയില്ല. കമ്മട്ടി മരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതിൻ്റെ കായയൊക്കെ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴാണ് അമ്മമ്മ എന്തോ അമ്മയോട് പറയുന്നത് കേട്ടത്. ഒന്നും നോക്കിയില്ല, അങ്ങോട്ടേക്ക് വേഗം ഞാൻ ചെന്നു. പ്രസവിച്ചാല് മറവുണ്ടാവും എല്ലാവർക്കും. അപ്പം അതിങ്ങനെ പക്ഷികളെ കൊണ്ട് വെച്ചിട്ടുണ്ടേ കെട്ടിത്തൊക്കി ചീഞ്ഞ് നാറു. അങ്ങനെ ചോദിച്ച് അങ്ങനെ വേണമല്ലോ, അങ്ങനെ കെട്ടിത്തൊക്കണം. ഞങ്ങൾ ഇപ്പം പോകും രവിയേട്ടൻ്റെ ഒക്കെ കൂടെ. ചിലപ്പം വേറെ എന്തോ ഒരു വിശ്വാസം. അതിന് പോകാൻ പ്രസവിച്ചാൽ അതിനൊരു നോമ്പ് എടുത്ത് കെട്ടി പാടത്ത് പോകാനോ വെച്ചിട്ട് കെട്ടിത്തൊക്കി അത് നിൽക്കുമോ? കെട്ടിൽ നിൽക്കുമോ? ഈ കഥകളൊക്കെ കേട്ട് ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടിരുന്നു. പിന്നെ കുറച്ചു നേരം അവിടേക്ക് ഇരുന്ന് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ മെല്ലെ ഇറങ്ങി. അപ്പോഴാണ് ഒരാൾ മീൻ പിടിക്കുന്നത് കണ്ടത്. പിന്നെ നോക്കിയപ്പോൾ അവിടെ ഒരു സ്റ്റാർ ഫിഷിനെ കണ്ടു, പിന്നെ ഒരു ഞണ്ടും. അവിടെ ഏതാ 3 ചെറുപ്പക്കാർ എന്തിനോ പിടിക്കുന്നു. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരുപാട് പേര് മീൻ പിടിക്കുന്നത് കണ്ടു. എന്ത് രസമല്ലേ അയാൾ ചൂണ്ടയെറിയുന്നത് കാണാൻ. പിന്നെ 3 പേർ തിരിച്ചു വന്നപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് കിട്ടിയെന്ന് നോക്കിയപ്പോൾ കടൽ ഞണ്ട്. പതുങ്ങിയിരിക്കുകയാണ് അവർ. കുറച്ചു നേരം അതൊക്കെ നോക്കി നിന്ന് ഞങ്ങൾ മടങ്ങാമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും 6:30 കഴിഞ്ഞിരുന്നു. മൂവി ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം മടങ്ങി. ഭക്ഷണം കഴിക്കുന്നതിനായി ഞങ്ങൾ ഉത്സവത്തിൽ കയറി. ഞാനൊരു പനീർ കിഴിപ്പൊറോട്ടയും അമ്മ കപ്പയും കാന്താരിമുളക് ചമ്മന്തിയും വീറ്റ് പൊറോട്ടയും മാംഗോ പനീർ കറിയും ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഹൃദയപൂർവ്വം മൂവിക്ക് കയറി.
പക്ഷേ മൂവി പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ സിനിമ ചെറുതായിട്ടൊന്ന് മാറിയോ എന്ന് സംശയിച്ച് എല്ലാവരും സിനിമ മാറി എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂവി തുടങ്ങി. ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയാണ് ഹൃദയപൂർവ്വം. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം, കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ മൂവിയെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ ഇന്നേ ദിവസം? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.